ഹലോ, ഇതാ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥലത്തേക്ക് പോവാണ്. അച്ഛമ്മ മരിച്ചിട്ട് ഒരു 1 year കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ സ്ഥലങ്ങളൊക്കെ വിൽക്കാട്ടേക്കാണ്. അപ്പോൾ ഫുള്ളും ഒരു ചെറിയ വീട്ടിലായിരുന്നു അച്ഛൻ താമസിക്കുന്നുണ്ടായിരുന്നത്. അച്ഛൻ്റെ വീടൊക്കെ അവർ പൊളിച്ചിട്ട് അച്ഛൻ ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫുൾ കാട് പിടിച്ച് കിടക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഞങ്ങൾക്ക് മേടിച്ചിട്ടുള്ള ഒരു സെൻറ്റ് ഉണ്ട്, 30 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അത് പാടഭാഗമാണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഭയങ്കരമായിട്ട് കയറുന്ന കാരണം അവിടെ നമുക്കൊന്നും ചെയ്യും. അപ്പോൾ നമുക്ക് ആ സ്ഥലം കാണാനൊക്കെ പോകണം. അവിടെ എന്താണ് ഇപ്പോൾ അവസ്ഥ എന്ന് നമ്മൾ കുറേ നാളായി, വർഷങ്ങളായി പോയി നോക്കിയിട്ട്. അപ്പോൾ അവിടേക്കും പോകണം. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, കുറച്ച് നാളായി ഞാൻ ബിഗ് ബോസിന് വന്നതിന് ശേഷം ചെത്തുകളിൽ കുടിച്ചിട്ടില്ല. അപ്പോൾ ചെത്തുകളിൽ കുടിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ പുല്ല് ഞാൻ ഓരോ വീഡിയോസ് കാണും, മുന്നേ പുല്ലിൽ പോയിട്ട് കള്ളു കുടിക്കുന്നതും അങ്ങനെ കൊള്ളിയും മീനൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കണമെന്നൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങി എനിക്ക് വേണം. അപ്പോൾ അതിനും കൂടി ഇന്ന് പോവാണ്. ആ വഴിക്ക് ഞാൻ വീട് അച്ഛൻ്റെ വീട് വരുന്നത് വെളുത്തൂരാണ്. അപ്പോൾ അപ്പുറത്തെ ഭാഗം മനക്കുടി പുള്ള് ഭാഗത്താണ് മഞ്ജുവാർ വീടില്ല, ആ ഭാഗത്തൊക്കെയാണ് ഈ ഷാപ്പൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷവും അച്ഛമ്മയുടെ അവിടുത്തെ വിശേഷവും ഒക്കെ കാണിക്കാം. ഓക്കെ, അച്ഛമ്മയുടെ ഈ റോഡ് സൈഡാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക, കണ്ടോ? ഇവിടെ നിന്നാണ് നമ്മൾ കയറിയിട്ട് അകത്ത് കയറി പോവാം. ഇനി അകത്തിട്ട് എല്ലാം പോയി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ അവിടെ എത്തിയതാണ് അച്ഛൻ്റെ വീടിൻ്റെ. ഇവിടെയായിരുന്നു വീടുണ്ടായിരുന്നത്, പക്ഷേ അച്ഛമ്മ അത് പൊളിച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു വീട് പോലെ കാണുന്നുണ്ടാവും. അത് ഫുള്ളായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് കാട് പിടിച്ചിറക്കാണ്. കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഫുള്ളായിട്ട്. അതുപോലെ സപ്പോർട്ട് എല്ലാം ഉണ്ട്. വാഴ അച്ഛൻ ഭയങ്കര കൃഷിയൊക്കെ നോക്കിയിരുന്നതാണ്. അച്ഛമ്മ പിന്നെ മരിച്ചതിന് ശേഷം എന്താ പറയുക, ഇവിടെ ഒന്നുമില്ലാതായി പോയി. ആരും നോക്കാനും നമ്മൾ സ്ഥലം വിൽക്കാട്ടേക്കാണേ, വെളുത്തൂർ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ആരും നോക്കാനില്ല. സ്റ്റേജിനൊരു കിണറുണ്ട്, അവിടെയൊക്കെ നിറച്ച് ഇതുണ്ട് കാണാനൊക്കെ ആയിട്ട്. നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്, പാമ്പുണ്ടോയെന്നും അറിയില്ലെങ്കിലും. അപ്പോൾ അച്ഛൻ പോയതിന് ശേഷം ആരും നോക്കാനൊന്നും ഇല്ല ഇവിടെ. അതുപോലെ ഫുൾ കാട് പിടിച്ച് എല്ലാം അനാഥപ്പെട്ട ഒരു അവസ്ഥയായി. ഇപ്പോൾ ഞാനൊക്കെ ഓടി നടന്നിരുന്ന ഒരു വീടാണ്, അതൊക്കെ പറയുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ഇനി അച്ഛൻ്റെ സെൻറ്റ് നമുക്ക് അച്ഛൻ ഞങ്ങളുടെ പേരിൽ മേടിച്ചൊരു സെൻറ്റ് ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ആ സൈഡിലൊക്കെ മറ്റേ എന്താ വയലറ്റ് പേരക്കൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛമ്മയുടെ വേപ്പിൽ നിൽക്കുന്നുണ്ട്, അത് പൊട്ടിച്ചിട്ട് വരണമെന്ന്. അപ്പോൾ അത് പൊട്ടിക്കാനായിട്ട് വന്നേക്കാണ് ഞാൻ. എന്താ അപ്പോൾ ഇനി നമ്മൾ അച്ഛൻ്റെ അവിടേക്ക് പോകണം. അവിടുത്തെ സെൻറ്റുള്ള ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ഇതൊക്കെ പൊട്ടിച്ചെന്ന് വീട്ടിൽ കൊണ്ട് ചെന്നില്ലെങ്കിൽ എൻ്റെ അമ്മ കൊല്ലും. നല്ല വേപ്പിലാണ് കേട്ടോ, ചെറിയ വേപ്പിലായാലും നല്ല വേപ്പില. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇനി കാണിക്കാം ബാക്കിയൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മുടെ അച്ഛൻ ഭയങ്കരമായിട്ട് കുറേ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും പേരിൽ 30 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗമാണ്. ഇതൊന്നല്ല കേട്ടോ, ഇവിടെ നിന്ന് തുടങ്ങണുള്ളൂ. പിന്നെ അവിടെ പോയിട്ട് കാണിക്കാം. വാ, ഇതൊക്കെ നമ്മൾ പോണ വഴിക്ക് ആരുടെയൊക്കെയോ കൃഷി ചെയ്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ആരുടെയൊന്നും പ്രത്യേകം നമുക്കറിയില്ല. അച്ഛനുള്ളപ്പോൾ സമയത്ത് അറിയാം, ഇപ്പം അറിയില്ല. അപ്പോൾ ഒക്കെ ഞാൻ ചെറുതായില്ലേ, 4ലൊക്കെ പഠിക്കുന്ന സമയമല്ലേ. ഇതൊക്കെ ഇവിടെ ഫുള്ള് പാടാണ് കേട്ടോ. ഫുള്ള് നല്ല രസമാണ് കാണാൻ കേട്ടാ. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ദൂരമുണ്ട്. ഫുള്ളവിടെ മറ്റേ കൃഷിയുടേതായിട്ട് അവർ മണ്ണ് ഉഴുതിട്ടേക്കും. അത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ കാണുന്നതാണ് കേട്ടോ, അത് സൂം ചെയ്ത് കൊടുക്കും കണ്ടോ. ആ ഭാഗമാണ് നമ്മുടെ അച്ഛൻ മേടിച്ചിട്ടാണ്. വേറെ വഴി കൂടെ പോകാം, പക്ഷേ കൂടെ പോലുന്ന റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തും കൂടെ നടന്നു വന്നു. പാടമൊക്കെ കാണാൻ ജസ്റ്റ് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അച്ഛൻ മേടിച്ചിട്ട് സ്ഥലം. അച്ഛൻ ഞങ്ങൾക്ക് മേടിച്ചിട്ട് തന്നെ സ്വന്തമായിട്ടുള്ള ഭാഗം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ്റെ ഭാഗം അവരുടെയൊക്കെയാണ്. അപ്പം ഇനി പുല്ല് ഞാൻ കാണാൻ പോയി, പുല്ലിൽ പോയിട്ട് കല്ല് പിടിക്കണമെന്നൊക്കെ കാണിക്കും. ഓക്കെ, അങ്ങനെ ആമ്പലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ചുവപ്പ് അമ്പൽ, താമരല്ല, അത് ആമ്പലാണ്. ക്യാമറാമാൻ അവിടെ സ്റ്റോപ്പായി നിൽക്കണോ? വരൂ, കൂടെ വരും കാണിച്ചേ. ഉണ്ടോ അവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ? ചെടിക്ക് ഇറങ്ങണം ആഗ്രഹമുണ്ട്, കൈ തന്നാൽ ഞാൻ ഇറങ്ങാം. ഇങ്ങനെ അമ്പൽ പൊട്ടിച്ചു ഗൈസ്. ഞാനൊക്കെ ഇവിടെയൊക്കെ ചെറുപ്പത്തിൽ നിന്ന് കുറേ നടന്നിട്ടുള്ള സ്ഥലമാണ്. അത് കാരണം ചെളിയൊക്കെ ഇറങ്ങാൻ പേടിയില്ല. പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകണമല്ലോ. ഈ സ്ഥലം നമ്മൾ പുള്ളിയിലേക്ക് പോകണമല്ലോ. അപ്പം അത് കാരണം ചെളിയിൽ ഇറങ്ങുന്നില്ല. ഞാൻ ഇതാ ഫുള്ള് അമ്പലിൻ്റെ നല്ല രസമുള്ളൊരു അടിപൊളിയാണേ. കണ്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അച്ഛൻ്റെ അവിടുത്തെ സ്ഥലങ്ങളുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ. നിറച്ച് മീനുണ്ട് കേട്ടോ, നിറച്ച് മീൻ എന്ന് പറഞ്ഞാൽ നിറച്ച് മീനുകളുണ്ടേ. കണ്ടോ സൂം ചെയ്തിട്ട് കണ്ടോ മീനൊക്കെ. അപ്പോൾ ഇനി നമുക്ക്
ഇവിടുന്ന് പോവാം. നല്ല വെയിലുണ്ടായിരുന്നു, അത് കാരണം സൺസ്ക്രീൻ പുരട്ടാൻ മറന്നു. അപ്പോൾ ആളെന്നെ കാണാം നോക്കും. അപ്പോൾ പിന്നെ എന്തായാലും അടുത്ത കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, നമ്മുടെ ഇതാണ് ഫുള്ള് അത് തൃശ്ശൂർ പൂരം സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സൈഡ് കുറച്ച് കടകളുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലാണ് ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടി നടക്കുന്നത്. ഇടി ആ ഭാഗത്താ. പുള്ളിൻ്റെ മനോഹരിത നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ കുറേ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. താമരപ്പാടെന്ന് പറയും. കണ്ടിട്ട് വീഡിയോയിൽ കാണാമല്ലോ, നല്ല നേരിട്ട് കാണാൻ നല്ല രസമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ താമരപ്പാടത്ത് എത്തിയിരിക്കുകയാണ്. പുള്ളിൽ വഞ്ചിയിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ നടക്കുമെന്ന് അറിയില്ല കേട്ടോ. നല്ല വീട്ടിലെ താമര കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ് നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാ കള്ള്, എൻ്റെ അമ്മേ കുറച്ച് നാളായിട്ട് ഞാൻ കുടിച്ചിട്ട് പുതിയ ഇറക്കരുത് കേട്ടോ. cheers. ഇത് മൊയിലിറച്ചിയാണേ. നമുക്ക് മൊയിലിറച്ചിന് കുറച്ചെടുത്ത് കഴിക്കാം. എൻ്റെ നല്ല വീസൊന്നുമില്ല, നമുക്ക് നോക്കാം. അതുപോലെ ഇത് കക്ക നമ്മൾ കേട്ടുണ്ടാവും. തൃശ്ശൂർ കക്കിറച്ചിന്നാണ് പറയാ. എന്താ പറയാ, ഇത് കഴിക്കുമ്പോൾ നല്ല എരിവുണ്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കള്ളു കുടിക്കുന്നത്. അതുപോലെ മീൻമുട്ട പല്ലിന്ന് പറയും നമ്മളവിടെ. മീൻ്റെ മുട്ടന ചുപ്പോ. അതുപോലെ ഇതാ ബീഫ്. അത് ഈ കൊള്ളിയുടെ ഒപ്പം കുറച്ചെടുക്കുക. കൊള്ളിയുടെ ഒപ്പം മീൻകറി ഉണ്ടേ. മീൻകറി ഉണ്ട്. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് എരിവുള്ള മീൻകറിയാണ്. ബീഫായാലും ആ എരിവിനുള്ളൊരു പ്രതീകമായിട്ടാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. ഇതെടുക്കുക, കുട്ടിക്കുക. ഒരു കുപ്പി ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുപ്പി മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചത് വന്നിട്ടുണ്ട്. അതുപോലെ പോർക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കല്ലേ. ഓക്കെ, അപ്പോൾ ഫുഡ് റെഡിയൊക്കെ തുടങ്ങി. ഇനി ഫുള്ള് കഴിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചമർത്തി പൊട്ടിച്ചോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.